everybody, this is Shweta. My name is Inder and welcome to our channel. This time funny scene from Ipputten and Agarbattis. Let's watch it. Okay. എന്തൊക്കെ പരിപാടിയൊക്കെ വേണ്ട കാക്കി ഇത് എവിടെയും കോടതിയിൽ കേസ് ഒന്നും പറയണ്ട അപ്പൊ അവനെ എയർപോർട്ടിൽ കൊണ്ട് വിടണമെന്ന് പിന്നെ കൊച്ചിയിലെ കുടിയിൽ വെച്ച് അതിന്റെ പറഞ്ഞു കഴിഞ്ഞു സ്റ്റേറ്റ് കമ്മിറ്റി മാറ്റി വരാതിരിക്കണം ബാക്കിയൊക്കെ നമ്മൾ ചേട്ടാ അവരെ കണ്ട ആവാനുള്ളത് ആരോഗ്യ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കേസിൽ മാത്യൂസ് നമ്മുടെ കേസിൽ ഒന്നാം പ്രതി ഈ വരുന്ന പരീക്ഷ ആരോഗ്യ കണ്ടിട്ടാണ് കേട്ടത് ജയിച്ച തൃശ്ശൂർ മേയർ ആള് പിടിക്കുകയാണ് അതിനടുത്തുള്ളത് രണ്ടാം പ്രതി RIP ജില്ലാ പ്രസിഡന്റ് പപ്പൻ കോട്ടപ്പുറം ഇപ്പോൾ ADB ജില്ലാ കണ്ണി സൈഫുണ്ടെന്ന് പേടിക്കുന്ന ആള് വഴക്ക് കൂടിയുള്ളത് കൊണ്ട് പാർട്ടി വെച്ച് പസങ്ങി മറിക്കാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളാണ് കൂടി സിംഹാതെ എനിക്കൊരു കാശുള്ള പിന്നെ എന്തുകൊണ്ട് ടെൻഷൻ അടിച്ച് കൊല്ലണം ആ എല്ലാരും ഉണ്ടല്ലോ സുഖല്ല കേസേ 12 മണിക്ക് ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഇതിപ്പോ തീരില്ലേ ആ എന്താ താക്കോൽക്കാരാ തന്റെ പുതിയ പ്രശ്നം എനിക്ക് നീതി വേണം യുവറോണ് കുറച്ചു ദിവസം മുമ്പ് തനിക്ക് നീതി തന്നല്ലോ ഇങ്ങനെ എപ്പോഴും ചോദിച്ചാ എങ്ങനെയാ അല്ല കേസേ യുവറോൺ, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് ഈ കേസ്. അതെന്താ ഒന്നാമതായി, ആനപ്പിണ്ടം പോലെ ദുർഗന്ധം വമിക്കുന്ന ഒരു വസ്തുവിൽ നിന്നും ചന്ദനത്തിരി പോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. That questions the very basis of this case. അത് പറ്റും. കുറച്ചു കാലമായി ഇവിടെ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് പ്രൂവൻ ടെക്നോളജിയാണ് അല്ല വക്കീലെ? Yes, Your Honor. Resubmitting the proof of the same once again. അതോടൊപ്പം RIP-യും RIP-Bയും ADB-യും സംയുക്തമായി നടത്തിയ ഹർത്താലിൽ എന്റെ കക്ഷിക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ ലിസ്റ്റും hereby submitted. 1 കോടി രൂപ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് തന്നെ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് ഹർത്താലുകൾ. അങ്ങനെയുള്ള ഹർത്താലുകളെയും ഹർത്താൽ നടത്തുന്ന പാർട്ടികൾക്കെതിരെയും കേസ് കൊടുക്കാൻ ഒരു സാമൂഹ്യ ദ്രോഹിക്ക് മാത്രമേ കഴിയൂ. എന്താ ഇവരോട് പേടിച്ചിട്ടാണ് ആളുകൾ ഹർത്താലിന് പുറത്തേക്ക് ഇറങ്ങാതെ? എന്തൊരു സോഷ്യൽ കോഴ്സ് പറയണേ? അല്ല Your Honor, കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ കേരളത്തിലെ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഹർത്താലുകളുടെ ലിസ്റ്റാണിത്. എന്ത് പൊതുജന നന്മയാണ് ഈ സമരങ്ങളിലൂടെ നാട്ടുകാർക്ക് കിട്ടിയിട്ടുള്ളത്? ഇവരോട് ആ ലിസ്റ്റ് നോക്കിയാ പെട്രോൾ വില കൂട്ടിയതിന് 13 തവണയാണ് ഹർത്താൽ നടത്തിയിട്ടുള്ളത് ഈ പാർട്ടിക്കാര് ഈ കൊല്ലം. എന്നിട്ട് പെട്രോൾ വില കുറഞ്ഞോ? ഇല്ല. എന്തിന്? പണിക്കെതിരെ വരെ ഹർത്താൽ നടത്തില്ല ടീംസാണ്. വേറൊരു കാര്യം അറിയുവാണ്, എന്നെ ഈ കേസിന് സപ്പോർട്ട് ചെയ്യാന്നും പറഞ്ഞ് ഒരു പാർട്ടി കൂലിയായിട്ട് പേഴ്സണൽ ഞാൻ അപേക്ഷ കേട്ടാ ഇട്ടോട്ട് വീട്ടിൽ കൊണ്ട് തരാം. 5-ാം തീയതിക്ക് മുമ്പായിട്ട് ദേവസ്ഥയിൽ നിന്ന് ആനപ്പെട്ട് എടുക്കണമെന്ന് ഇവിടുന്ന് തന്നെയല്ലേ വിധിച്ചേ? ഞാനിത് ചെയ്യാൻ ശ്രമിച്ചാണ്. ഇത്ര വലിയ തെറ്റ്. ഹൈദരാബാദിലും ഡൽഹിയിലും ഇവരുടെ ഓരോ നേതാക്കന്മാരെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്തതിന് ഓൾ ഇന്ത്യ ഹർത്താൽ. 4-ാം തീയതി ഈ പറഞ്ഞ ഹൈദരാബാദിലും ഡൽഹിയിലും ഹർത്താൽ ഇല്ലായിരുന്നു ഇവരോട്. ലോകായ ലോകത്ത് നമ്മുടെ നാട്ടിൽ മാത്രം കൊണ്ടാടുന്ന ഒരു പ്രശ്നം ഹർത്താൽ പ്രഖ്യാപിക്കണു. ഒരു സംസ്ഥാനം മുഴുവൻ കുപ്പി മേടിച്ച് വീട്ടിൽ നടത്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് ശരിയാണോ? അതിന് വെച്ചിട്ടുണ്ടോ? നിങ്ങളെ അപമാനിക്കാനാണോ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? Evidence to prove the same, Your Honor. RIP പ്രവർത്തകരും ADB പ്രവർത്തകരും ചേർന്നാണ് എന്റെ കക്ഷിയെയും കക്ഷിയുടെ സ്ഥാപനത്തെയും ആക്രമിച്ചത്. ഇതിൽ പറയുന്ന ഇടിവെട്ട് സാബു, പൈലോ പൊറിഞ്ചു, അയ്യന്തോൻ ഷിബു എന്നീ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യണം Your Honor. അത് അനാവശ്യമാണ്. രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കാര്യങ്ങൾ മുന്നോട്ട് പോണ്ടേ? കേസ് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആവട്ടെ. സാബു മുഖത്തൊക്കെ വെറുതെ ഇരിക്കല്ലേ വീട്ടിലെ? കോടതിയിലൊക്കെ വന്നു പോട്ടെ. നെക്സ്റ്റ് ഹിയറിംഗ് ഓൺ 25th. Okay, chalo. He gave the valid points na. സംസാരവും വാദവും നന്നായി. പണ്ട് ഇതുപോലെ നടന്നില്ല. എനിക്ക് പറ്റാത്തത് ജോയിന്റ്
എനിക്ക് സാധിക്കട്ടെ. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഒരു മടി കണക്കാക്കണ്ട. വരട്ടെ. ഈ കാലഘട്ടത്തിന്റെ ഗാന്ധിയാണ്. ആ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല. ഞാൻ KC മാത്യൂസ്. വിചാരിച്ച പോലെയല്ല, ആള് പിടിക്കനാട്ടോ. ഞങ്ങളൊക്കെ നിർത്തി പൊരിച്ചു കോടതിയില്. ആറേക്കുള്ളതിന്റെ കളി അത് ആറേക്കോടെ കളിച്ചൊക്കെ ഓ. ഓർത്തിട്ടാ. ആ വിടടോ, ഇപ്പൊ നമ്മുടെ ചെക്കനല്ലേ, കാണാട്ടോ. പുതിയൊരു വിത്തുകളൊക്കെയാണ്. ഇനി ഒരൊറ്റ കയ്യെ കാത്തില്ല. Don't worry, it will be good. എന്താ ചെയ്യണ്ട? നീ നമ്മുടെ ആമയുടെ മുയലിനെ കഥ കേട്ടില്ല? പിന്നെ മുയല് ശക്തനാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ആമ പന്തയത്തിലറിയും. ഈ വയസ്സ് നമുക്കൊന്ന് ഓടി നോക്കടാ. Fight. എന്താ ശരിയാവും. ഓന്നിത്തല ബാങ്കിൻ പോള മലയോര ദേവിക്ക് സമർച്ചത്ത് ഗോമൂത്രത്തിൽ അരച്ചിട്ട് റോഡിൽ മുറിയിൽ തേച്ച് വെച്ച് ആനമേൽ ചാരി വെച്ചാൽ 10 ഗജം 200 എന്നാണ് പ്രമാണം. അതായത് ഒരു ആനക്ക് അതിൻ്റെ ഇടയിൽ ജീവിതപ്പോ ആനയുടെ ഒരു പൈതൃക മൃഗമായി നമ്മുടെ സർക്കാർ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ പാപ്പാമാർക്ക് ആജീവനാന്ത പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ലോണ്, ആക്സിഡന്റ് ക്ലെയിം എന്നിവ കിട്ടിയേ തീരും. അത് നേടിയെടുക്കുന്നവരെ നമ്മൾ കളക്ടറേറ്റ് ഉപരോധം നടത്തും. മനസ്സിലായില്ല? കേരള ആനപ്പാപ്പാൻ അസോസിയേഷൻ ഒന്ന് വാ പാപ്പ, ഇന്നലെ വീട്ടിൽ നിന്ന് പോന്നല്ല. ചേട്ടാ പറഞ്ഞ സ്ഥലത്ത് അവനിവിടെ വന്നു. KAPA കപ്പയുടെ സ്പെഷ്യലിറ്റിയുടെ ഒരു പി കാണില്ലല്ലോ. ഈയൊക്കെ അതുണ്ടോ? നിങ്ങൾ വന്നേ. സൂക്ഷിച്ചോളട്ടോ, പടിയുണ്ട്. ഒന്ന് പോയായിരുന്നു ദാഹമാണ് സാധനം. ഞാൻ ജോയി താക്കോൽക്കാരൻ. എന്റെ അപ്പാപ്പനാണ് ജോൺ താക്കോൽക്കാരൻ. ഏത് പാപ്പാൻ? ആരുടെ പാപ്പാനില്ല? പാപ്പനല്ല, എന്റെ അപ്പാപ്പൻ ജോൺ താക്കോൽക്കാരൻ. എന്നെ അയ്യപ്പന്റെ കയ്യിലേൽപ്പിച്ചിട്ടാണ് മൂപ്പര് സൗത്ത് ആഫ്രിക്കയ്ക്ക് പോയത്. അല്ല, നിനക്ക് ബന്ധുട്ട വേണ്ടേ? ആനപ്പിണ്ടം. മനസ്സിലാക്കണമെങ്കിൽ ഞാൻ കപ്പയുടെ പ്രസിഡന്റ് അല്ല. അയ്യോ ആനയെ കൊണ്ട് ചവിട്ടില്ല, കൊല്ലിക്കില്ല. അയ്യോ കളിയാക്കിയതല്ല ഇവിടെ. നമുക്ക് വേണ്ടത് ആനപ്പിണ്ടാണ്. അയ്യപ്പടം വിചാരിച്ച് നടക്കുന്ന അപ്പാപ്പൻ പറഞ്ഞിട്ടാണ്. എങ്ങനെയെങ്കിലും അപ്പൊ പോയിട്ട് അടുത്ത ആഴ്ച വന്നോളൂ. മിനിസ്റ്റർ കണ്ടിട്ടെ അല്ല ചേട്ടാ, ഈ ആനപ്പിണ്ടത്തിന് മിനിസ്റ്റർ നമ്മൾ വന്ന സ്ഥലം ശരിയല്ല. അടിച്ചു വീഴാനല്ലേ കാര്യമൊക്കെ മൂപ്പര് വിചാരിച്ച് നടക്കും. നമ്മളത് വിഷയല്ലേ. Okay. തൃശ്ശൂരിലെ എല്ലാ പാപ്പന്മാരും ഭീഷ്മരുടെ മൂപ്പര്. പുള്ളിയായിരുന്നു ഒരു രക്ഷയിട്ടോ. പറഞ്ഞു ചെല്ലായിരുന്നു. നിന്നെ കാണുന്നിപ്പോ കല്ലുഷത്ത് കാണുന്നതായിരുന്നു. കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോ നരകത്തിൽ കയറി ഇറങ്ങേണ്ടി വരികയാ. സഹായിക്കേണ്ടവര് വരെ വക്കീൽ നോട്ടീസ് അയക്കുന്ന കാലാണ്. നീ ഇന്നലെ ആരെങ്കിലും പ്രശ്നം ഉണ്ടായില്ല. എന്തൊരു പ്രോബ്ലം? അതിപ്പോ ഒരു പാർട്ടി അനുഭവം ആയതുകൊണ്ട് എന്നെ വിളിച്ച് എന്താ വേണമെന്ന് ചോദിച്ചു. പാർട്ടിക്ക് ഇതിന് കേസ് കൊടുക്കാൻ എനിക്ക് എന്താ വാട്ടുണ്ടോ? എനിക്കെതിരെ എളപ്പന് കേസ് കൊടുക്കാം, പാർട്ടിക്കെതിരെ എനിക്ക് കേസ് കൊടുത്തു. എന്തൊരു വ്യവസ്ഥ. നീ ഒറ്റ ഒരുത്തനാണ് ഇവനെ കൊണ്ടുവന്ന് നശിക്കുന്നത്. അഭിമാനിക്ക്. ഞാനിപ്പോ എന്തുകൊണ്ട് വേണമെന്ന് നിങ്ങളെ പാർട്ടിക്കാര് പറയണേ? നീ പാർട്ടിക്ക് വിധേയനാവണം. നിന്നെ കൊണ്ടു ചെല്ലാന്ന് ഞാൻ കേസിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. കൊട്ടയ്ക്ക് പിടിച്ചു ചെയ്തിട്ടാണ്. എന്റെ ഇളപ്പ ഞാനും പാർട്ടിയും തമ്മിൽ എന്തുട്ടാ പ്രോബ്ലം? ഞാൻ വരാം. ഇവിടെ ആനപ്പാപ്പൻ അയ്യപ്പെടാൻ ഒരു ടേബിളിന്റെ അപ്പുറത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണ കാര്യം. ഞാൻ വരാം. ഡോണ്ട് പറയാൻ ഇത് Okay. Fruity. പാർട്ടി നേതൃത്വത്തെ അറിയിക്കട്ടെ. ഒരു തീരുമാനം എടുക്കാൻ ഇപ്പൊ തന്നെ നമ്മൾ വൈകി. അവിടെ ടെൻഷനായി പ്രചരണം തുടങ്ങി. നേതാവേ, വേറെ ആരും എന്നാലും ജയിക്കാൻ ചാൻസ് ഇല്ല കേട്ടാ. ഒറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിലെ കോർപ്പറേഷൻ ഇവിടെ കയ്യിൽ വെക്കണേ. അതിന് ഞാൻ റെഡിയാണ് പറഞ്ഞു. തീരുമാനം ടോപ്പ് എന്നല്ലേ പാർട്ടി പറയട്ടെ. ഇവിടുന്ന് പുഷ് ചെയ്യാനുള്ളത് നമ്മൾ
പാർട്ടിയില് മറിച്ച് ബൈ ഇലക്ഷനില് സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശം ചെയ്യാനും അത് കേന്ദ്രത്തെ അറിയിക്കാനുള്ള തീരുമാനം ഈ യോഗത്തിൽ കൈവച്ച് പാസ്സാക്കിയ. Okay. അപ്പൊ കമ്മിറ്റിയിലെ അടുത്ത അജണ്ട എന്ന് പറയുന്നത് പാർട്ടിക്കെതിരെ അറിവില്ലാന്ന് കൊണ്ട് കേസ് കൊടുത്ത ശ്രീ ജോയ് താക്കോൽക്കാരന്റെ മാപ്പ് പറച്ചിലാണ്. അപ്പൊ അതിനായിട്ട് Not apology. ക്ഷണിക്കണം. Why should he apologize? കേസ് നാളെ തന്നെ പിൻവലിക്കണം. മാപ്പ് തരണ വേണ്ടെന്ന് കമ്മിറ്റി തീരുമാനിക്കും. പാർട്ടിയുടെ എത്ര വെച്ചാൽ പറയട്ടാ, പക്ഷേ എനിക്ക് തരാനുള്ള കോമ്പൻസേഷൻ എങ്ങനെയാ എപ്പോഴാന്ന് പറഞ്ഞാൽ ഉപകാരമായി. ഇത് കിട്ടിയിട്ട് കൊടുത്തു തീർക്കാൻ ഒരുപാട് കെട്ടിമാറാക്കോളുണ്ട്. കോമ്പൻസേഷൻ നീ ജീവിച്ചിരിക്കുന്ന മാപ്പ് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടാ. എന്നാ പിന്നെ എന്തുകൊണ്ടാ മാപ്പ് പറയണേ? പാർട്ടിക്കെതിരെ കേസ് കൊടുത്തേന്. ഇത് മാപ്പ് പറയേണ്ട അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നല്ലേട്ടാ. നേതാവ് കേസ് മോൻ ജോണി അമേരിക്കയിലെ പഠിക്കണേ. ആ ഇതെവിടെ നിന്ന് ഇതിന് മാത്രമുള്ള പൈസ ഒക്കെ ഇതിന് കൈയിട്ട് വരുന്നല്ലേ, അതിനൊരു പോർഷൻ നമുക്കത് സെറ്റ് ചെയ്തൂടെ? പിന്നെ വലിയ പേടിപ്പിക്കില്ല നേതാക്കന്മാരെ, പേടിച്ചു പോകൂട്ടാ. മുമ്പിക്ക് ഒന്നും ചിന്തിക്കല്ലേട്ടാ. മുകളിൽ ആകാശം താഴെ ഭൂമിയായിട്ട് ഞാൻ നടക്കണേ. ഇപ്പോഴാട്ടാ ടെററിസ്റ്റുകൾ എങ്ങനെ ജനിക്കണമെന്ന് എനിക്ക് മനസ്സിലായേ. സ്ട്രഗിളാണ്. You do what you can. I will see what I can do. കാണടാ ഇളവൻ പറഞ്ഞു. സോറി കേസ്, ഇവനും ഞാനായിട്ട് ഇനിയൊരു ബന്ധവും പാർട്ടിക്ക് എന്ത് വേണേലും ചെയ്യാം. അവന്റെ നാമം വെട്ടിയാണ് കേസ്. എന്തിന് അവൻ വേറെ ശിശു തല്ലിയ കോടതിയിൽ വക്കീല് കൊണ്ടോളും. എന്നാ ശരി. Okay, so case against party, but his advocate, she was giving right points. When he was saying right points, the judge was also Judge was also it's a okay. point. Yeah. They did a strike for fever. Come Obviously. on, seriously. They did so many strike for petrol, but did the petrol price go down? What's the use of strike? There's some leader is arrested in some other state. They want to do strike here. Strike here. Come What on. is the use? Actually, but I like the part of when judge gave the next hearing, because I thought it Yes. will be like when he told I Yeah, need it to will be go over for the, soon. But no. inauguration and It was everything. over soon, but there was the next year. And now this uncle, but he also like, come on, he actually has nothing to lose. He's totally screwed with that. Actually, yeah, yes. So he has to fight now. Cool. Let's see. Let's wait for more, guys. Till that time, keep watching our channel. Do like, subscribe, Share, comment, click on the the like.